ഷിംലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് അടിപൊളി കേക്ക് ഡെക്കറേഷനാണ്. ഒരു കേക്ക് വ്ലോഗ് എന്നൊക്കെ പറയാം. രണ്ട് കേക്ക് ഡെക്കറേഷനാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഒന്ന് നേരത്തെ കാണിച്ചിട്ടുള്ള 3 ടയർ കേക്കും അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് ഇവിടെ 3 ടയറിൻ്റെ 3 കേക്കും അതുപോലെ തന്നെ ഒരു ബ്ലൂബെറി കേക്കും ക്രം കോട്ടിങ് ചെയ്തിട്ട് രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. 3 ടയറിൽ വരുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ ആണ്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് 3.5 kg ആണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 kg വൈറ്റ് ഫോറസ്റ്റിൻ്റെതാണ് ഏറ്റവും അടിയിലത്തെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ക്രം കോട്ട് ചെയ്തത് രാവിലെയാണ് കേട്ടോ ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 kgയിൽ ചെയ്തിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ 2 kg വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെന്നുള്ളവർ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്ത കേക്ക് ഇനി നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് ഈ കേക്കിൽ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 9 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ടയറിന് മൊത്തം ഞാൻ 9, 7, 5 എന്ന നിരക്കിലാണ് ഞാൻ ടിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെയിൽ 2 kg ചെയ്തു, അതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെയിൽ 1.5 ചെയ്തു, 5 ഇഞ്ചിൻ്റെയിൽ 1/2 ചെയ്തു. ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രീം മൊത്തത്തിലാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഷാർപ്പ് എഡ്ജ് വരുത്തിയെടുക്കാം. ആദ്യം പാലറ്റ് നൈഫ് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം ലെവൽ ചെയ്തതിന് ശേഷം സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫിനിഷായി കിട്ടിക്കോളും. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ 3 ടയറിൻ്റെ നമ്മുടെ ഫസ്റ്റ് ടയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. സെറ്റായെന്ന് വെച്ചാൽ ഷാർപ്പ് എഡ്ജ് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുൾ റെഡിഷ് തീമിൽ വരുന്ന കേക്കാണ്. അപ്പോൾ നമുക്ക് റെഡ് കളർ കൊടുക്കണം. അപ്പോൾ ക്രീമിലോട്ട് കുറച്ച് റെഡ് കളർ എങ്ങനെ നല്ല ഡാർക്ക് റെഡ് കളർ കിട്ടാന്നുള്ള ടിപ്പാണിത്. കുറച്ച് ക്രീം എടുക്കുക, കുറച്ച് ക്രീം എടുത്തിട്ട് അതിലോട്ട് സൂപ്പർ റെഡ് കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കളർ കുറച്ച് അധികം തന്നെ ഇടണം. കുറച്ച് ക്രീമിലോട്ട് കുറച്ചധികം തന്നെ കളർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ സൂപ്പർ റെഡ് കളർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കളറിലോട്ട് തന്നെ സ്പ്ലാഷിൻ്റെ റെഡ് ഉണ്ടല്ലോ, ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പ്ലാഷ് റെഡും കൂടി ഒരു 4-5 ഡ്രോപ്പ് ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള റെഡ് കിട്ടും കേട്ടോ നമുക്ക്. ആ സ്പ്ലാഷ് റെഡ് നല്ലൊരു റെഡാണ്, റെഡ് വെൽവെറ്റിനൊക്കെ നല്ല റെഡ് നൽകുന്ന കളർ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി ഡാർക്ക് കിട്ടും. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റായിട്ട് കേക്കിലോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രീമിലാണല്ലോ ബേസ് കൊടുത്തിട്ടുള്ളത്, ഫൈനൽ കോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ക്രീമൊക്കെ റെഡ് കളർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണിത്. വൈറ്റ് ക്രീമിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ കുറച്ച് ക്രീമിൽ റെഡ് കളർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് ബാഗിൽ നമ്മളിതുപോലെ ആക്കുമ്പം ഒരുപാട് ക്രീമിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒരുപാട് പിന്നെയും അത് തിക്കായിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമേ കിട്ടുള്ളൂ, നമ്മുടെ എയർ ബ്രഷൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു എഫക്റ്റ്. അപ്പോൾ ഇത് എല്ലായിടത്തും ക്രീം ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. എന്നിട്ട് വൈറ്റ് കാണുന്ന ഭാഗത്ത് വീണ്ടും നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചാൽ മതി. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡ് കളർ കിട്ടും. ഇപ്പം തന്നെ നല്ല റെഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എല്ലായിടത്തും ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ടച്ച് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വലിച്ചെടുത്താൽ മതി. അപ്പം നല്ല റെഡ് കിട്ടുകയും ചെയ്യും. ക്രീമിൽ മൊത്തം കളർ ഇട്ടു എന്ന് നമുക്കൊരു ഫീലും ചെയ്യില്ല. നമുക്കിപ്പം കളറിട്ട് കേക്ക് കൊടുക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലായ്കയാണ്, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ കേക്ക്. അപ്പോൾ കളറിട്ടിട്ട് നല്ലൊരു സാധനമൊന്നും അല്ലല്ലോ കളറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളറ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാണ്ടും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മാക്സിമം കളറ് കുറക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടയർ കയറ്റി വെക്കാനുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല, മേലെ ഭാഗമൊന്നും റെഡാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ സൈഡിൽ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം.
ലാസ്റ്റാണ് നമ്മൾ രാത്രിയാണ് ഇത് ടയർ കയറ്റി വെക്കുന്നത്. അതുവരേക്കും നല്ല രീതിയിൽ സെറ്റ് ആവണം. അപ്പോൾ ആദ്യം തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ടയർ വരുന്നത് 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്, ഷാർപ്പ് എഡ്ജ് വരുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ 9, 7, 5 എന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു 3 ടയർ കേക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കൊടുക്കുന്ന ഡെക്കറേഷൻ ചേഞ്ച് ആണ്. ഇപ്പം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള അതേ ഒരു രീതിയിലുള്ള റെഡ് അല്ല ഇതിൽ കൊടുക്കുന്നത്. ഇതിൽ കുറച്ചൊരു വർക്ക് ചേഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റെഡ് ക്രീം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ഹോള്, വളരെ ചെറിയ ഹോള്, നമ്മൾ മെഹന്തി ട്യൂബിലൊക്കെ വരുന്നില്ലേ അത്രയും വലിപ്പത്തിലുള്ള ഹോളാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിലുള്ള ഹോളാക്കി കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കേക്കിൻ്റെ അടുത്ത് പിടിച്ചിട്ട് ഈ ഒരു ഡിസൈൻ ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുത്താൽ മതി നിങ്ങൾക്ക് വരുന്നൊരു രീതിയിൽ. കുറച്ച് ദൂരേന്ന് പിടിക്കരുത്, ദൂരേന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. കേക്കിലോട്ട് അടുപ്പിച്ചിട്ട് വേണം ഈ ഒരു ഡിസൈന് വരക്കാനായിട്ട്. അപ്പോൾ ഞാൻ കേക്കിൽ ഫുള്ളി ഈ ഡിസൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. കൈ നന്നായിട്ട് വേദനിക്കും കേട്ടോ, കാരണം നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ വലിയൊരു കേക്ക് ചെയ്യുമ്പം കൈ നന്നായിട്ട് വേദനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ മുകളിലോട്ടും കൂടി ഒരു ടയർ വരുന്നത് കൊണ്ട് തന്നെ സൈഡ് മാത്രമാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടെ ചെയ്തെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇനി അടുത്ത ടയർ വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ അതും നമ്മൾ താഴത്തെ ലെയർ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഞാൻ അതും കൂടി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഇനി അടുത്ത കേക്ക് ചെയ്യണം. നമുക്ക് ബ്ലൂബെറി കേക്കും കൂടി ഉണ്ടല്ലോ. ആ ഒരു ബ്ലൂബെറി കേക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ക്രീമിലോട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ ഒരു 2-3 ഡ്രോപ്പ് ഇട്ടിച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വേറെ കേക്കാണ്. അപ്പോൾ അത് 3 എണ്ണവും ചെയ്തിട്ടുള്ളത് 3 ടയറിന് വേണ്ടിയിട്ടാണ്. ഇത് 1 kgയുടെ വേറൊരു കേക്കാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ പാനലാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പാനൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ ക്രം കോട്ടിങ് രാത്രി തന്നെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതും കൂടി നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നതൊന്നും ഞാൻ വലുതായിട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ ഇതിലോട്ട് ഫോൾട്ട് ലൈൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫോൾട്ട് ലൈന് ഞാൻ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കി കൊടുത്തിട്ട് ഇതുപോലെ താഴെയായിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ വലിച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ സൂക്ഷിച്ച് വലിച്ചെടുക്കണം, കാരണം നമ്മൾ മുകൾ ഭാഗം ഷാർപ്പ് എഡ്ജ് വരുത്തിയെടുക്കുന്ന സ്ക്രാപ്പർ ടച്ച് ആവാൻ വേണ്ടി പാടില്ല. ഈ ഒരു ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ക്രീമിൽ മാത്രം ഇതുപോലെ ആക്കിയിട്ട് ആ ഒരു കേക്ക് ബോർഡൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കേക്കിൻ്റെ ഡിസൈൻ ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് കേക്കിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ കോരി മാറ്റുക. ഒരുപാടൊന്നും പോകുന്നില്ല കേട്ടോ, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. കേക്ക് ഒരുപാട് പോവില്ലേ, അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് എങ്ങനെ കൊടുക്കുന്നൊക്കെ ഒരുപാടൊന്നും പോകുന്നില്ല. ചെറിയൊരു പാർട്ട് മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത്. എന്നിട്ട് നമ്മൾ ക്രീം ആക്കി കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് പതുക്കെ നമ്മളൊരു ഐസിങ് നൈഫ് വെച്ചിട്ട് ക്രീം ആക്കി കൊടുക്കാം. ക്രീം ആക്കി കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആ ഷാർപ്പ് എഡ്ജ് നമ്മൾ ചെയ്തതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. പതുക്കെ ഇതുപോലെ ക്രീം ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഷുഗറാണ്. ഇതുപോലത്തെ ഗ്ലിറ്റർ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പ്രിങ്കിൾസോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. എന്തിട്ട് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് ഇട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ. ആ ഒരു ഭാഗത്തല്ലാണ്ട് വേറെ സ്ഥലത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വൃത്തി കാണില്ല. അപ്പോൾ സൂക്ഷിച്ചിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ആ ഒരു കട്ട് ചെയ്തത് എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നാത്തത് കൊണ്ട് ഇതിന് താഴെയും കൂടി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഞാൻ പിങ്ക് കളറിലുള്ള ഇതുപോലത്തെ ഷുഗർ ബോൾസ്
കാസ്റ്റൽ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാസ്റ്റൽ ഷുഗർ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഗ്ലിറ്റർ കേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, പോയി കാണണേ എല്ലാവരും. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഷുഗർ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലും വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ മാറ്റാം കേട്ടോ. വലിയ ഫ്ലവർ വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ വെക്കാണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ്, മാതള നാരങ്ങയൊക്കെ നമ്മുടെ ഉറുമാൻ വഴി ഉണ്ടല്ലോ, അതിൻ്റെ സീഡ്സൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ട് ഏകദേശം നമ്മുടെ കേക്കിൻ്റെ ഈ ഒരു പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബോർഡറിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിനെഗറിൽ ഡസ്റ്റ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോൾട്ട് ലൈന് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ബാക്കി ഫ്ലവേഴ്സ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ സൈഡിലും ഒക്കെ ഇതുപോലെ ഗോൾഡ് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് ഡെലിവറി ചെയ്യുന്നത് ഒരു 4 മണി സമയത്താണ്. ഇത് രാവിലെ തന്നെ ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി മറ്റേ 3 ടയർ കേക്കും ഞാൻ ഫ്രിഡ്ജിലോട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ടയർ കയറ്റി കൊടുക്കുകയും മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അത് ടയർ കയറ്റി കൊടുക്കുന്നത് രാത്രിയാണ്. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത കേക്ക് വൈകുന്നേരം തന്നെ ഡെലിവറി ചെയ്തായിരുന്നു. പിന്നെ ഇതൊരു രാത്രി 8-9 മണിയൊക്കെ ആകുമ്പോഴാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ടയർ കയറ്റി വെക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ കിടന്നിട്ട് നല്ല പോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ടയർ കയറ്റി വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു കേക്ക് ബോർഡിൽ നിന്നും ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വഞ്ചിങ് ആയി പോവും. എന്നിട്ട് കേക്ക് ബോർഡോടെ തന്നെ ഇതുപോലെ മറ്റേ കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് പതുക്കെ ആ ബോർഡും ഐസിങ് നൈഫും മാറ്റിയാൽ മതി. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പഞ്ചിങ് ആയിട്ടുണ്ട് ഞാൻ വെക്കുമ്പോൾ, കാരണം ഐസിങ് നൈഫ് ഞാൻ പെട്ടെന്ന് ഊരിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ കേക്ക് ബോർഡ് എൻ്റെ കയ്യിൽ ബാക്കിയായി പോയതുകൊണ്ട് തന്നെ കേക്ക് ബോർഡ് ഊരുമ്പോൾ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിനോട്ട് മാറ്റിയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഐസിങ് നൈഫ് ചെറുതായിട്ട് ആ കേക്കിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഫിനിഷിങ് ആയിക്കോളും. അപ്പോൾ അത് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ടയറും കൂടി കയറ്റി കൊടുക്കണം. ചെറുതായിട്ട് ഇതുപോലെ ടച്ച് ആയി കഴിഞ്ഞാലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ടയർ കയറ്റി കൊടുക്കണം. അപ്പോൾ 3ാമത്തെ ടയർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്തെ ടയർ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത അതേ ഒരു മെത്തേഡിലാണ് ഞാൻ ലാസ്റ്റ് ടയറും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാതിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ നമ്മൾ കേക്കിൻ്റെ പുറത്തോട്ട് മാറ്റാം. എപ്പോഴും ടയർ കയറ്റി കൊടുക്കുമ്പം ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെക്കരുത്. ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ടയർ വെക്കാൻ പറ്റില്ല. കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ലെവൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ടയർ കയറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കും ഏകദേശം ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻ്റെ പണി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലോട്ട് വലിയൊരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കണം. 3 ടയറും ഒരുമിച്ചിട്ട് നല്ലതുപോലെ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് നല്ല കട്ടിയുള്ള സ്റ്റിക്ക്, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് തന്നെ ഞാൻ ഒരെണ്ണം കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കേക്കിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കേക്കിനുള്ളിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഹോൾ വരുന്ന ഭാഗത്ത് ക്രീം കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കുറേ ഫ്ലവറൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഒരു 3 ഫ്ലവർ മാത്രമേ 3 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്രിയേറ്റിവിറ്റി ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ കളേഴ്സും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്കും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലോട്ടൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ ആൻഡ് മിസ്സിസിൻ്റെ ആ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു കല്യാണത്തിനുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പറും കൂടി വെച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കേക്ക് കാണാനായിട്ട്. പിന്നെ ഞാൻ ടയർ കയറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ കുറച്ച് പാടായതുകൊണ്ട് ലാസ്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് അധികവും ടയർ കയറ്റി കൊടുക്കാറ്.
അപ്പോൾ ഇനി ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ചെയ്തിട്ടുള്ള 2 കേക്കിലും നിങ്ങൾക്ക് ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.